ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിഷു സ്പെഷ്യൽ ഐറ്റം ആണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റോടു കൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ഒന്ന് ഗ്രേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൗരി കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടാണ് മെയിൻ നമ്മുടെ ഐറ്റം. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കിസ്മിസും കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കാമേ. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനും അതുകൂടാതെ നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് കാണാനൊരു ഭംഗിയായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ്. കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ, ഇല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ആയിട്ടും ഈ വിഷുവിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ കിസ്മിസും കാഷ്യൂ നട്ടും എല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാമേ. ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നോർമൽ വാട്ടറാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ ഇലയിലൊക്കെ ഒഴിക്കാൻ കണക്കാക്കി കുറച്ച് കട്ടിക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും കേട്ടോ. അതുകൂടാതെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇനി നല്ലോണം ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൗവരി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൗവരി ഞാൻ 1 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ചൗവരി വെള്ളത്തോടൊപ്പം തന്നെ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൗവരി ആവശ്യത്തിന് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പായസം കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മളിതൊന്ന് ഓഫ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെന്താ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൗവരി ഒരു 1/4 വേഗമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മളിന്ന് തേങ്ങാപ്പാലല്ല കേട്ടോ, നമ്മുടെ സാധാ പാലാണ്. പാൽ നല്ലോണം ഒന്ന് കാച്ചിയതിന് ശേഷം ആണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഇതിലോട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ കണ്ടല്ലോ, ചൗവരിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ പാലിലും കൂടെ കിടന്ന് അതൊന്ന് നല്ല രീതിയിൽ ഒരു കണ്ണാടി പരുവത്തിൽ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വിഷുവിനൊക്കെ പായസം തയ്യാറാക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കൂ. കാണാനും നല്ല ഭംഗിയാണ്, അതുകൂടാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. കണ്ടല്ലോ, നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ ചൗവരിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഒരു കണ്ണാടി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ചൗവരി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് തണുക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുകയെ. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് ഇതൊന്ന് പരുവം നമുക്കൊന്ന് കണക്കാക്കി എടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ നല്ല മധുരം ആവശ്യമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. ഇനി 4-5 ഏലയ്ക്ക നല്ലോണം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എത്രയാണോ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് ആ അനുസരിച്ച് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലങ്ങ് ഓഫ് ചെയ്യാണ്. കാരണം ഇത് ചൗവരിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കുറുകും. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ല, ഇലയിൽ ഒഴിക്കാൻ കണക്കാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അതുകൂടാതെ നമ്മൾ ആദ്യം ചേർക്കുന്ന വെള്ളം 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. സാധാരണ നമ്മൾ വിഷുവിന് തയ്യാറാക്കുന്ന സേമിയ പായസത്തിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കൂ. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. അതുകൂടാതെ തന്നെ നമ്മളെന്താണ് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ചവ്വൂര് നമ്മൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്താൽ അത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പാലൊന്നും പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടുമേ. അപ്പോൾ പായസം ഞാൻ ഇവിടെ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ 1 കപ്പ് മധുരം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ വിഷുവിന് സ്പെഷ്യലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.